ലോങ്ജിറ്റ്യൂഡിനെയും ലാറ്റിറ്റ്യൂഡിനെയും എങ്ങനെയാണ് ഡെസിമൽ ഡിഗ്രിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് എക്സൽ ഉപയോഗിച്ച് ഈസി ആയിട്ട് കൺവെർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു എക്സൽ ഫയൽ ലോങ്ജിറ്റ്യൂഡിൽ ലാറ്റിറ്റ്യൂഡിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഡെസിമൽ ഡിഗ്രിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ ലോങ്ജിറ്റ്യൂഡ് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ റോ നേരെ മുകളിലുള്ള ഡാറ്റയിലുള്ള ടെക്സ്റ്റ് കോളം സെലക്ട് ചെയ്യുക. അതിനുള്ള ഫിക്സ്ഡ് വിത്ത്. അതിനുശേഷം നെക്സ്റ്റ്. ഇതിന് ശേഷം നമുക്ക് ഡിഗ്രി മിനിറ്റ് സെക്കൻഡ് സിമ്പൽ നമ്മൾ സെപ്പറേറ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ്, ഫിനിഷ്. ഇപ്പം നമുക്ക് ആ സിമ്പലെല്ലാം സെപ്പറേറ്റ് കോളമായിട്ട് വരും. ഈ കോളം എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. ഈ സിമ്പലിൻ്റെ കോളംസ് ഇങ്ങനെ സെക്കൻഡിൻ്റെ കോളംസ് നമ്മൾ ഓരോന്നും ഡിലീറ്റ് ചെയ്ത് കളയണം. ഇതിന് ശേഷം നമുക്ക് മിനിറ്റ് ലാറ്റിറ്റ്യൂഡിൻ്റെ മിനിറ്റ് 29 എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡിൻ്റെ മിനിറ്റ് ഡിഗ്രിയാണ്. ലാറ്റിറ്റ്യൂഡിൻ്റെ ഡിഗ്രി. അടുത്തത് നമ്മൾ ലാറ്റിറ്റ്യൂഡിൻ്റെ മിനിറ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു. അടുത്തത് നമുക്കുള്ള കോളം എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡിൻ്റെ സെക്കൻഡ് കോളമാണ്. ഓക്കെ, നമുക്ക് ഇതിനെ വീണ്ടും ഡെസിമൽ ഡിഗ്രിയിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ലാറ്റിറ്റ്യൂഡ് ഡെസിമൽ ഡിഗ്രി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിന് താഴെ നമുക്ക് റിസൾട്ട് വേണം. കോളം സെലക്ട് ചെയ്യുക, ഈക്വൽ ടു കോളം സെലക്ട് ചെയ്തതിന് ശേഷം ഈക്വൽ ടു ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഡിഗ്രി സെലക്ട് ചെയ്യുക, പ്ലസ് മിനിറ്റ് പ്ലസ് ഡിവൈഡഡ് ബൈ 60 പ്ലസ് seconds divided by 3600. ഓക്കെ, എൻ്റർ ചെയ്യുക. ഇപ്പം നമുക്ക് ഡെസിമൽ ഡിഗ്രി വന്നിട്ടുണ്ട്. താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ ഫോർമുല ഓട്ടോമാറ്റിക്കലി ഫുൾ അപ്ലൈ ആകും. ഓക്കെ, ഇനി നമുക്ക് ലോങ്ജിറ്റ്യൂഡിനെ എങ്ങനെയാണ് ഡെസിമൽ ഡിഗ്രിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത് നോക്കാം. ലോങ്ജിറ്റ്യൂഡിൽ സെലക്ട് ചെയ്യുന്നു, ഇവിടേക്ക് മാറ്റി പേസ്റ്റ് ചെയ്യുന്നു. സെയിം പ്രൊസീജിയർ, മുമ്പലത്തെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഈ ലോങ്ജിറ്റ്യൂഡിൻ്റെ കോളം സെലക്ട് ചെയ്യുന്നു. അതിന് റിബണിന് മുകളിലുള്ള ഡേറ്റാസിൽ പോകണം. അതിലുള്ള ടെക്സ്റ്റ് കോളം സെലക്ട് ചെയ്യുന്നു, ഫിക്സഡ് വിഡ്ത്ത് സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. സെയിം പ്രോസസ്സായി ഡിഗ്രി മിനിറ്റ് സെക്കൻഡ്സിൻ്റെ സിമ്പിൾ സെപ്പറേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫിനിഷ്. നമ്മൾ വീണ്ടും ഡിഗ്രി സിമ്പിൾ ഡിലീറ്റ് ചെയ്ത് കളയണം, മിനിറ്റിൻ്റെ സിമ്പിൾ ഡിലീറ്റ് ചെയ്ത് കളയണം, സെക്കൻഡിൻ്റെ സിമ്പിളും ഡിലീറ്റ് ചെയ്ത് കളയണം. ഓക്കെ, ഇങ്ങനെ നമുക്ക് അത് ക്ലിയർ ചെയ്യാം ആദ്യം. അങ്ങനെ നമ്മൾ സിമ്പിളിൻ്റെ എല്ലാ കോളവും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം ലോങ്ജിറ്റ്യൂഡൽ ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ലോങ്ജിറ്റ്യൂഡൽ മിനിറ്റ്. നെക്സ്റ്റ് ലോങ്ജിറ്റ്യൂഡൽ സെക്കൻഡ്. നമുക്കങ്ങനെ 3 കോളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെസിമൽ ഡിഗ്രി കണ്ടുപിടിക്കുന്നതിനായിട്ട് ഒരു കോളം കൂടി ആഡ് ചെയ്യും, ലോങ്ജിറ്റ്യൂഡൽ ഡെസിമൽ ഡിഗ്രി. ഓക്കെ, അതിനുശേഷം അതിന് നേരെയായിട്ട് നമ്മൾ കോളം സെലക്ട് ചെയ്യുക, ഈക്വൽ ടു ലോങ്ജിറ്റ്യൂഡലായതിന് ഈക്വൽ ടുവിന് ശേഷം നമ്മൾ മൈനസ് എൻ്റർ ചെയ്യണം. മൈനസ് ഫസ്റ്റ് ഡിഗ്രി പ്ലസ് സെക്കൻഡ് മിനിറ്റിൻ്റെ കോളം മൈനസ് മിനിറ്റിൻ്റെ കോളം divided by 60 minus
സെക്കൻഡിൻ്റെ കോളം ഡിവൈഡഡ് ബൈ 3600. ഇപ്പം നമുക്ക് ഡെസിമൽ ഡിഗ്രി വന്നിട്ടുണ്ട്. താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഫുള്ള് ഡെസിമൽ ഡിഗ്രിയിലേക്ക് കൺവേർട്ടായി. അങ്ങനെ ലോങ്റ്റ്യൂഡലിൻ്റെയും ലാറ്റിറ്റ്യൂഡിൻ്റെയും ഡെസിമൽ ഡിഗ്രി നമുക്ക് കൺവേർട്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് എക്സൽ ഉപയോഗിച്ച് ലോങ്റ്റ്യൂഡിൻ്റെയും ലാറ്റിറ്റ്യൂഡിൻ്റെയും ഡെസിമൽ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. താങ്ക് യു ഫോർ ദ വാച്ചിങ്.